വി വി പ്രകാശിൻ്റെ വീട്ടിൽ DCCയുടെ മുൻ പ്രസിഡന്റാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു. വോട്ടെണ്ണലിന് തൊട്ടു മുമ്പുള്ള ദിവസത്തിലാണ് അദ്ദേഹം ഹൃദയാഘാതം മൂലം മരിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ PV അൻവറാണ് വിജയിച്ചത്. പക്ഷേ ശക്തമായ മത്സരമായിരുന്നു. ഏതാണ്ട് ഒരു 2000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് അൻവറിനന്ന് ജയിക്കാനായത് എന്നതുകൂടി ഓർക്കണം. 2016-ൽ 10,000-ലധികം കടന്ന ഭൂരിപക്ഷത്തിന് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ച അൻവറാണ് 2021-ൽ പ്രകാശിനോട് നേരിയ വോട്ടുകൾക്ക് വിജയിക്കാനായത്. ആ പ്രകാശിൻ്റെ മരണം ആ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലൊക്കെ പല ചോദ്യങ്ങളും പല സംശയങ്ങളും പല വിമർശനങ്ങളുമൊക്കെ ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടടക്കം ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ടടക്കം തന്നെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ പ്രചരണ കാലത്ത് ഒരു ഘട്ടത്തിൽ പോലും ഷൗക്കത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നില്ല എന്നതുകൂടി ഉണ്ട്. നൃപനാണ് അതുമായി ബന്ധപ്പെട്ട് റൈറ്റ്. യെസ്. അപ്പോൾ നൃപനും ചേരുന്നുണ്ട്, കുട്ടനുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഏതായാലും ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം കൂടി പറയാം. സമൂഹ മാധ്യമങ്ങളിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട സമുന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ സ്മൃതി കുടീരങ്ങളിലൊക്കെ, ഇപ്പോൾ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, സ്മൃതി കുടീരങ്ങളിലേക്കൊക്കെ മണ്ഡലം വിട്ടൊക്കെ സഞ്ചരിച്ച് യാത്ര ചെയ്തു പോയിട്ടുള്ള സ്ഥാനാർത്ഥികൾ. എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ശൈലി അതാണ്. ഇവിടെയും അത് ഭിന്നമായിരുന്നില്ല. എന്നിട്ടും എന്തേ സ്വന്തം മണ്ഡലത്തിലുള്ള സഹപ്രവർത്തകനായ അല്ലെങ്കിൽ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിയായിരിക്കെ മരിച്ച വി വി പ്രകാശിൻ്റെ വീട്ടിലേക്ക് പോകാൻ UDF സ്ഥാനാർത്ഥിയായിരുന്ന ആര്യാടൻ ഷൗക്കത്ത് എന്തുകൊണ്ട് വിമുഖത കാണിച്ചു എന്ന പ്രധാനപ്പെട്ട ഒരു സൗഹൃദ സന്ദർശനം, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവരെ അടക്കം ചേർത്ത് പിടിച്ച് നിർത്തി അവരെല്ലാം എനിക്കൊപ്പം ഉണ്ട് എന്ന് വോട്ടർമാരോടും നാടിനോടും പറയാൻ പോലും, അവരെ അങ്ങനെ നാടിനെ ബോധ്യപ്പെടുത്താൻ പോലും പോകാൻ കഴിയാതിരുന്നത് എന്ത് എന്ന് ആര്യാടൻ ഷൗക്കത്ത് പല ഘട്ടങ്ങളിലും ഈ പ്രചരണകാലത്ത് നേരിട്ട ചോദ്യമാണ്. ആ ചോദ്യം ഈ വോട്ടെടുപ്പ് ദിവസവും ഉണ്ടായി എന്നുള്ളതാണ് ഇന്ന് രാവിലെ നിലമ്പൂരിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊന്ന് കാണാം.